നമുക്ക് തൊട്ട് മുൻപുണ്ടായിരുന്ന ജനറേഷന് വളരെ കുറച്ച് സുഖസൗകര്യങ്ങൾ മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. പക്ഷേ അവർക്ക് വളരെയധികം ശക്തിയുണ്ടായിരുന്നു. നമ്മൾ 2 ജനറേഷൻസിൻ്റെ ഇടയിലുള്ളവരാണ്. നമ്മൾ ശ്രദ്ധ നൽകിയില്ലെങ്കിൽ നമ്മുടെ അടുത്ത ജനറേഷൻ്റെ അടുത്ത് എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടാവും. ഞാനും നിങ്ങളുമൊക്കെ വീട്ടിലുള്ള ഓരോ സാധനങ്ങളും പതുക്കെ പതുക്കെ വാങ്ങിയതാണ്. നമ്മളെല്ലാം വാങ്ങിച്ചതാണ്, അല്ലേ? ആദ്യം സൈക്കിൾ വാങ്ങി, പിന്നെ സ്കൂട്ടർ വാങ്ങി, പിന്നെ കാർ വാങ്ങി. അതിനുശേഷം സ്വന്തമായി ഒരു വീട് വാങ്ങാൻ എത്ര സമയമെടുത്തു എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു നോക്കൂ. ഇന്ന് നിങ്ങളുടെ കുട്ടികളുടെ കയ്യിൽ എല്ലാമുണ്ട്. അവർക്ക് എല്ലാ കംഫേർട്ട്സും കിട്ടിയിട്ടുണ്ട്. യാതൊരു അധ്വാനവുമില്ലാതെ ആർക്കെങ്കിലും എല്ലാ സുഖസൗകര്യങ്ങളും കിട്ടുകയാണെങ്കിൽ അവരുടെ ശക്തികൾ എപ്പോഴും കുറഞ്ഞു തന്നെയായിരിക്കും ഉണ്ടാവുക. ഈ സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു ജീവിതവും ഉണ്ട് എന്ന കാര്യം അവർക്കറിയില്ല. എൻ്റെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള സാധനങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു ജീവിതവും ഉണ്ട് എന്നൊന്നും അവർക്കറിയില്ല. അതുകൊണ്ട് അവർക്ക് കംഫേർട്ട്സിനൊപ്പം മറ്റൊരു കാര്യം കൂടി നൽകേണ്ടതുണ്ട്. അത് നൽകേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. എന്താണത്? കംഫേർട്ട്സിനൊപ്പം നമ്മൾ അവർക്ക് എന്താണ് നൽകേണ്ടത്? ഇന്ന് ഓരോ മാതാപിതാക്കളും അവരുടെ മക്കൾക്ക് സുഖസൗകര്യങ്ങൾ നൽകാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ കുട്ടികൾക്ക് എല്ലാം നല്ലതായി തന്നെ നൽകുന്നു. പക്ഷേ എല്ലാം നല്ലതായി നൽകുന്നത് പുറമേയാണെന്നു മാത്രം. പുറമേയുള്ള എല്ലാ കാര്യങ്ങളും ഒരാൾക്ക് നല്ലതായി ഉണ്ടെങ്കിൽ അവർ ജീവിതം വിജയം നേടിയെന്നാണോ മനസ്സിലാക്കേണ്ടത്? സ്കൂളിൽ ഓരോ വർഷവും ഫസ്റ്റ് ആയാൽ അവന് ജീവിതത്തിൽ സഫലത ലഭിക്കുമോ? ഇത് സാധ്യമാണോ? സഫലമാകുന്നതിനായി ആ ആത്മാവിൻ്റെ അടുത്ത് എന്താണ് വേണ്ടത്? ഇന്നർ പവർ. ആന്തരിക ശക്തി എന്നാൽ അഡ്ജസ്റ്റ് ആവാനുള്ള ശക്തി, സഹനശീലതയുടെ ശക്തി, പലതരം സംസ്കാരങ്ങൾക്കൊപ്പം ഒന്നിച്ചു ചേർന്ന് പോവാനുള്ള ശക്തി, പ്രോബ്ലംസ് വരുമ്പോൾ സ്റ്റേബിളായിരിക്കാനുള്ള ശക്തി, മറ്റുള്ളവരെ കൊണ്ട് സ്നേഹത്തോടെ ജോലികൾ ചെയ്യിപ്പിക്കാനുള്ള ശക്തി, ഇതെല്ലാമാണ്. ഈ ശക്തികളൊക്കെ ഏത് സ്കൂളിൽ നിന്നുമാണ് ലഭിക്കുക? ജ്ഞാനസരോവരത്തിലേക്ക് വന്ന് ഈ ശക്തികളൊക്കെ സ്വയത്തിൽ നിറച്ച് നമുക്ക് അവയെ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം. എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ തീരെ സമയമില്ല എന്നാരെങ്കിലും പറയുമ്പോൾ ഞങ്ങൾ പറയും, അവനവന് വേണ്ടി ചെയ്യേണ്ട, സ്വന്തം കുട്ടികൾക്ക് വേണ്ടി ചെയ്യൂ, സ്വന്തം മക്കൾക്കായി മെഡിറ്റേഷൻ ചെയ്യൂ. കാരണം ഈ ഒരു ശക്തിയെ അവനവൻ്റെ ഉള്ളിൽ നിറയ്ക്കാതെ നമുക്കവർക്കത് നൽകാൻ കഴിയില്ല, കൊടുക്കാനേ കഴിയില്ല. ഈ ശക്തിയെ വാങ്ങിച്ചു കൊടുക്കാനോ പാകം ചെയ്തു കൊടുക്കാനോ പറ്റില്ല. ഇത് ഇവിടെ നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്ത ശേഷം അവർക്ക് നൽകുന്നു. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മക്കളെ ഇമോഷണലി സ്ട്രോങ് ആക്കണം. ഇത് ഈ സമയത്ത്, ഈ ഒരു സിറ്റുവേഷനിൽ ഏറ്റവും അത്യാവശ്യമായി വേണ്ട ഒരു കാര്യമാണ്. ഈ സമയത്ത് ഡിപ്രഷൻ റേറ്റ് ഹൈ ആണ്, സൂസൈഡ് റേറ്റ് ഹൈ ആണ്. ഇന്ത്യയിൽ ഓരോ മണിക്കൂറിലും ഒരു വിദ്യാർത്ഥിയെങ്കിലും സൂസൈഡ് ചെയ്യുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. സ്റ്റുഡൻറ്റ് ഓരോ മണിക്കൂറിലും, രാജ്യത്ത് ഒരാൾ. ഇത് എന്തിൻ്റെ കുറവിനെയാണ് കാണിക്കുന്നത്? ആന്തരിക ശക്തിയുടെ കുറവിനെയാണ് ഇത് കാണിക്കുന്നത്. സൂസൈഡ് ചെയ്യുന്നവരും സൂസൈഡ് ചെയ്യാൻ ആലോചിക്കുന്നവരും ഒന്നും എക്സാംസിൽ ഫെയിൽ ആയവരല്ല.
എക്സാംസിൽ ഫെയിൽ ആയവരാണ് ഇത് ചെയ്യുന്നത് എന്ന് ഒരിക്കലും വിചാരിക്കരുത്. അല്ല, എപ്പോഴും സ്കൂളിൽ ടോപ്പായി വരുന്ന ചിലരും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. കാരണം പുറമേയുള്ള പഠിപ്പിനും ഉള്ളിലെ ശക്തികൾക്കും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. ക്ലാസ്സിൽ എപ്പോഴും ഫസ്റ്റ് ആവുന്നവർക്ക് ഇന്നർ പവർ വളരെയധികം ഉണ്ടായിരിക്കും എന്നൊന്നുമില്ല. പലപ്പോഴും അങ്ങനെയുള്ള കുട്ടികൾക്കുള്ളിൽ വളരെയധികം ഭയമുണ്ടാവും. പലപ്പോഴും ആ കുട്ടികൾക്കുള്ളിൽ ഫസ്റ്റ് ആവാനുള്ള അറ്റാച്ച്മെൻറ്റ് വളരെയധികം ഉണ്ടാവും. ഒരു പ്രത്യേക പ്രൊഫഷൻ തന്നെ എടുക്കണമെന്ന അറ്റാച്ച്മെൻറ്റ്സും അത്തരം കുട്ടികളിൽ കാണാൻ കഴിയും. അതായി തീരാൻ പറ്റിയില്ല. അപ്പോൾ ശ്രദ്ധിക്കണം. ഡിപ്രഷൻ റേറ്റ് അധികമാവുന്നു, സൂസൈഡ് റേറ്റ് വർദ്ധിക്കുന്നു, അസുഖങ്ങൾ വർദ്ധിക്കുന്നു. അതിലുമൊക്കെ പ്രധാനമായി ബന്ധങ്ങളും തകരുന്നു. വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടുപോലും മതി, ഇനി എനിക്ക് ഇവരുടെ കൂടെ ജീവിക്കേണ്ട എന്ന് പറയുന്നു. ഇവരുടെ കൂടെ ജീവിക്കേണ്ട ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എത്ര പേരാണ് ഞങ്ങളെ കാണാൻ വരുന്നതെന്നറിയാമോ? ഒരിക്കലൊരു കപ്പിൾ വന്നു. ഇനി ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. കാരണം ചോദിച്ചപ്പോൾ നത്തിങ്, വി ഡോണ്ട് ഫീൽ ലൈക്ക്, ഇങ്ങനെയാണ് അവർ പറഞ്ഞത്. ഞാൻ ചോദിച്ചു, എന്തെങ്കിലും ഒരു കാരണമുണ്ടാവുമല്ലോ. താങ്കൾക്ക് നേരെ കൈ ഉയർത്തുകയോ താങ്കളെ അടിക്കുകയോ വല്ലതും ചെയ്തുവോ? അവൾ പറഞ്ഞു, ഇല്ല, എനിക്ക് ഒന്നിച്ചു ജീവിക്കാൻ തോന്നുന്നില്ല, അത്ര തന്നെ. ഇനി നമ്മൾ അങ്ങനെയുള്ള ജനറേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കിത് ചെയ്യാൻ തോന്നുന്നില്ല. കാരണം അവർ അത് കേട്ടാണ് വളരുന്നത്. ഈ കാര്യം ചെയ്യാൻ തോന്നുന്നില്ലെങ്കിൽ വേണ്ട, ചെയ്യേണ്ട, നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളൂ എന്ന് പറയുന്നത് കേട്ടാണ് അവർ വളരുന്നത്. നിങ്ങൾക്കും എനിക്കുമൊന്നും അങ്ങനെ ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള ചോയ്സ് കിട്ടിയിരുന്നില്ല. ഡു വാട്ട് യു ഫീൽ ലൈക്ക് എന്ന് നമ്മളോട് ആരും പറഞ്ഞിരുന്നില്ല. ശരിയല്ലേ? നമുക്ക് അങ്ങനെയുള്ള ചോയ്സ് ഒരിക്കലും കിട്ടിയിട്ടേയില്ല. നമ്മുടെ അച്ഛനമ്മമാർ പറയും, ഇത് ചെയ്യണം, ഇപ്പോൾ ഇങ്ങനെ ചെയ്യണം, ഇത് പഠിക്കണം, ഇതായി തീരണം. നമ്മൾ അത് കേട്ട് അതുപോലെ ചെയ്തു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഏത് ശക്തിയാണ് വന്നു ചേരുന്നത്? ഏത് ശക്തിയാണ് നമുക്ക് കിട്ടിയത്? നമ്മളോട് പറയുന്ന കാര്യങ്ങൾ ചെയ്യണം. ബുദ്ധിമുട്ടുകൾ വരും, എന്നാലും അതിൽ നമ്മുടെ 100% നൽകണം. കല്യാണം കഴിച്ചു, തിരിച്ചു വരരുത്, അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് ശക്തികളും വർദ്ധിക്കാൻ തുടങ്ങി. എന്നാൽ വീട്ടിലേക്ക് തിരിച്ചു വരാമെന്ന ഓപ്ഷൻ കിട്ടിയപ്പോൾ എന്തായി? മുൻപ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഓപ്ഷൻ കിട്ടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? മതി. ഓപ്ഷൻസ് കിട്ടാൻ തുടങ്ങിയപ്പോൾ ആ ഓപ്ഷൻസിനെ നമ്മൾ അധികമായി ഉപയോഗിക്കാൻ തുടങ്ങി. മുൻപ് ഏതെങ്കിലും ഒരു വലിയ കാരണം കൊണ്ട് സെപ്പറേറ്റ് ആയിരുന്നുവെങ്കിൽ ഇന്നത് ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ടായി മാറി. 20 വർഷത്തിനു ശേഷം ഇനി എന്താകും എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി എന്താണ് നൽകേണ്ടത്? ധനം സമ്പാദിച്ചു കൊടുക്കുന്നത് കൊണ്ട് മാത്രം കുട്ടികളും കുടുംബവും എപ്പോഴും സുഖമായി ഇരിക്കണമെന്നില്ല. അപ്പോൾ ധനത്തിനൊപ്പം നമ്മൾ മറ്റെന്താണ് അവർക്ക് നൽകേണ്ടത്? ഇന്നർ പവർ, ആന്തരിക ശക്തി.